ഹലോ, നമസ്കാരം. ഞാൻ ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. ഒന്ന് നോക്കൂ. അതായത് ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുരാണങ്ങളുമായിട്ട് നമ്മൾ ഇന്നങ്ങനത്തെ സയൻസ് റിലേറ്റ് ചെയ്യുക, അല്ല വെച്ചാൽ നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെ റിലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പടിഞ്ഞാറ് സൈഡുള്ള കോസ്റ്റും നമ്മുടെ കിഴക്കേ സൈഡുള്ള കോസ്റ്റും ഒന്ന് എടുത്ത് നോക്കുക. വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം, കർണാടക, അതുമാതിരി മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനെ പോകുന്നത്. ആ ഗുജറാത്തിലെ ഒരു സിറ്റിയാണ് പണ്ടത്തെ ദ്വാരക. ഇന്നുണ്ട്, പക്ഷേ അത് താഴ്ന്നു പോയി എന്നാണ് പറയപ്പെടുന്നത്. അത് പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അത് കൃഷ്ണൻ്റെ മരണത്തിനല്ല വെച്ചാൽ സ്വർഗാരോഹണത്തിന് ശേഷം ആ സിറ്റി താഴ്ന്നു പോയി എന്നാണ് പറയപ്പെടുന്നത്. ഈ റീസെൻ്റായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരു അഡ്വഞ്ചറായിട്ട് അതിൻ്റെ താഴെ പോയിട്ട് മെഡിറ്റേഷൻ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ നോക്കിയാൽ അതായത് ആ ദ്വാരക എന്നുള്ള സിറ്റി താഴ്ന്നു പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്ന ഏരിയ, അതായത് നമ്മുടെ പടിഞ്ഞാറ് സൈഡുള്ള കോസ്റ്റ് സിമ്പിളായി പറഞ്ഞാൽ സബ്മർജ്ഡാണ്, അതായത് കരയിലേക്ക് വെള്ളം കയറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇതേ സമയം നമ്മൾ കിഴക്കേ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എമേർജ്ഡ് ആണ്, അതായത് കര കൂടുതൽ കടലിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കിഴക്കേ സൈഡിലുള്ള ഹാർബർ കാര്യങ്ങളൊക്കെ നാച്ചുറൽ അല്ല. അവിടെ ഹാർബർ എന്നുള്ള സെറ്റപ്പ് ഇല്ല. അത്ര ഹാർബർ ഉണ്ട്, പക്ഷെ എന്നാലും നാച്ചുറൽ ആയിട്ടുള്ളതില്ല. അതേസമയം നമ്മുടെ പടിഞ്ഞാറ് സൈഡിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹാർബർ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അതായത് ഈ അടുത്ത് നമ്മുടെ കമ്മീഷൻ ചെയ്ത നമ്മുടെ ട്രിവാൻഡ്രം ഏറ്റവും നല്ല നാച്ചുറൽ ഹാർബറാണ്. അതായത് ഒരുപാട് ഏറ്റവും വലിയ മദർഷിപ്പ് കണ്ടെയ്നേഴ്സൊക്കെ വന്ന് ഇവിടെ ലോഡിങ് അൺലോഡിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സിംഗപ്പൂരിനെയും കൊളംബോനെയും അപേക്ഷിച്ച്, അതായത് നമ്മുടെ ഇക്വേറ്റർ, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ് തിരുവനന്തപുരം. അതിന് പുറമെ ഇൻ്റർനാഷണൽ ബൗണ്ടറി, അതായത് ആ ലൈനിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് അൺലോഡിങ്ങും ലോഡിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരം ഏത് സൈഡാണ്? നമ്മുടെ പടിഞ്ഞാറ് സൈഡാണ് കിടക്കുന്നത്. ഒന്ന് നോക്കൂ, കൃത്യമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ദ്വാരക എന്നുള്ള പറയുന്ന സിറ്റി താഴ്ന്നു പോയിട്ടുള്ള ഇല്ലേ അന്ന് പുരാണങ്ങളുമായിട്ടുള്ള കണക്കിൽ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്മേർജ്ഡ് ആണ്, അതായത് കരയിലേക്ക് വെള്ളം കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ സിറ്റി ഉണ്ടാകുന്നല്ല ഉണ്ട്. അതുമാതിരി അത് പക്ഷേ പുരാണങ്ങളുമായിട്ട് അന്നത്തെ കാലത്തുള്ള ടെക്നോളജി വെച്ച് ആൾക്കാർ ദൈവത്തിനെ റിലേറ്റ് ചെയ്ത് വെച്ച് പറഞ്ഞു. തിരിച്ച് നമ്മുടെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റേൺ കോസ്റ്റാണ്, അത് എമേർജ്ഡ് ആണ്. ഇത്രയും വലിയ ഗംഗയും ബ്രഹ്മപുത്രയും കൃഷ്ണയും ഗോദാവരിയും ഒക്കെ ഈ സൈഡ് എമർജ്ഡ്, അതായത് പതിച്ചിട്ട് ബംഗാൾ പതിച്ചിട്ടും അവിടെ ഏറ്റവും കൂടുതൽ ഡെൽറ്റാസാണ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കൂ. ഇത് ജോഗ്രഫി പരമായിട്ടും ഹിസ്റ്ററി പരമായിട്ടും വളരെ എളുപ്പമാണ്. ഹിസ്റ്ററി പരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദ്വാരക സിറ്റി ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്തു. അത് ഒരാൾ ചോദിച്ചപ്പോൾ അത് നല്ലൊരു ഇൻഫർമേഷൻ, അത് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. തിരിച്ച് ജോഗ്രഫിയും എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ ഹിസ്റ്ററിയും ഒരു ജോഗ്രഫിയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് വീണ്ടും ഞാൻ വരട്ടെ. ബൈ.